ഹലോ മൈ ഗേസ്, നമ്മളതിന് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വന്നിക്കാണ്. നമ്മളിപ്പോൾ കളിക്കുന്നത് മൈൻക്രാഫ്റ്റാണ്. അപ്പോൾ എന്തത് ബ്രീസ് SMP എന്നാണ് ഈ സർവറിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് കളിക്കണേ. സർവറിൻ്റെ IP പോർട്ടൊക്കെ ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ജാവ പ്ലേസിനാണെങ്കിൽ അതിൻ്റെയും ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നൊരു സർവറിൻ്റെ പേര് ഞാൻ മറന്നു. നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഞാൻ ആകെ ഒരേ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ, 1 ബ്ലോക്ക് കളിക്കണതിൻ്റെ. കാരണം അതിൽ നമുക്ക് എന്തോ ഒരു ബഗ് ആയിട്ട് നമ്മളിങ്ങനെ എന്തോ സ്റ്റാഡി കളിക്കുമായിരുന്നു. അപ്പോൾ അതിലെന്തായാലും നമ്മൾ കളിക്കുകയാണ്. ഇതിൽ എന്താണെന്ന് നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ. നമ്മൾ സർവറിൽ കയറിയപ്പോൾ തന്നെ ഒരു സോഡ് തന്നു, പിന്നെ ഒരു പിക്കാക്സ്, ഒരു ആക്സ്, പിന്നെ ഒരു ഷവല്, പിന്നെ മറ്റേ ഈ ഒരു സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, എന്തേലും ആവട്ടെ, അതും കിട്ടി. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റീക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ് പൊരിച്ച് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു 6 ഡയമണ്ടും കിട്ടിക്കണു, 14 എമറാൾഡും കിട്ടിക്കണു, പിന്നെ മറ്റേ ഇതും കിട്ടിക്കണു കേട്ടോ. കാണിച്ചു തരാം, ഈ ഒരു സാധനം കിട്ടിക്കണു കേട്ടോ. പിന്നെ സൈഡിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഗെയ്സ്, ബാലൻസ് 5.1K ആണ് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. അതായത് നമുക്ക് ഇതിങ്ങനെ പൊട്ടിക്കാം. ഫാസ്റ്റ് പ്ലെയിൻസ്, അയ്യോ എന്തോ ഇതുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എത്ര എപ്പിസോഡ് ഉണ്ടെന്നൊന്നും അറിയില്ല. ആ ബ്ലോക്ക് താഴ്ത്തു പോയി ഗെയ്സ്. ഓക്കെ, ഇതെന്താ ബ്ലോക്കൊന്നും കിട്ടുന്നില്ല, ഒക്കെ താഴ്ത്തു പോവുക. ഓക്കെ ഗെയ്സ്, നമുക്കിങ്ങനെ വുഡൊക്കെ ഇങ്ങനെ കുറേ നേരം പൊട്ടിക്കണം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, ഇത് സൈഡിക്ക് കുറേ ബ്ലോക്ക് അതാ പോണു ഗെയ്സ്. എന്തായാലും നമുക്ക് ഈ വുഡൊക്കെ പൊട്ടിക്കാം ഗെയ്സ്. ഭാഗ്യം പോയില്ല ഗെയ്സ്. അതാ ഗെയ്സ്, അത് പിന്നെയും പോണു ഗെയ്സ്. എന്താണെന്ന് അറിയണവർ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ സൈഡിക്ക് അവർക്കൊക്കെ ആയിട്ട് പോണേ, കുറച്ച് മാത്രമേ നമ്മുടെ കൈ കിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് അറിയില്ല ഗെയ്സ്. നമുക്ക് കുറച്ച് കോളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗെയ്സ്. നമുക്ക് ഈ കോളൊക്കെ ഒന്ന് മുറിക്കാം ഗെയ്സ്. ഞാൻ ഈ ഒരു സർവറിലെത്തിയപ്പോൾ കുറേ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ എത്തിക്കണേ. ഞാൻ ഏതൊക്കെ സ്ഥലത്ത് പോയിട്ട് കുറച്ച് നേരം നിന്നു, അങ്ങനെ കുറേ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ബ്രീസ് SMP എമറാൾഡൊക്കെ കിട്ടി, പക്ഷെ അത് മുറിക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ആരെങ്കിലും നമ്മൾ ഈ ഒരു ബ്രീസ് SMP കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക, ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്യട്ടോ ഗെയ്സ്. ഈ ബെഡ് റോക്കിൻ്റെ അവിടെ നമുക്ക് ഇതേപോലെ ഇതിങ്ങനെ വെക്കാം ഗെയ്സ്. 4 പുറത്തൊക്കെ ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ അത് സൈഡിൽ കൂടെ ഒന്നും പോകില്ല. ഗെയ്സ്, ഇത് എന്തൊക്കെ TNT റണ്ണിങ് 56 സെക്കൻഡ് അങ്ങനെ എന്തൊക്കെയുണ്ട്. ഹാഷ് ഇവൻറ്റ് ജോയിന്നോ എന്തൊക്കെയുണ്ട് ഗെയ്സ്. ഗെയ്സ്, ഇത് എമറാൾഡിൻ്റെ ഈ ഒരു ഐറ്റം പൊട്ടിക്കണമെങ്കിൽ നമുക്ക് മറ്റേ തന്നെ വേണ്ടേ, അയൻ്റെ ഇത് വേണ്ടേ, റിമൂഡ്. ഇതെന്തൊക്കെയാണ് ഗെയ്സ്, ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ചാറ്റ് ഗെയിം ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആരെങ്കിലും ഒന്ന് കളിക്കണമെങ്കിൽ പറഞ്ഞു തരിക അതൊക്കെ ഗെയ്സ്. നമുക്ക് ആദ്യം ഈ ഒരു ഡയമണ്ട് കൊണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം ഗെയ്സ്. പിക്കാക്സ് ഉണ്ടാക്കുക, പിക്കാക്സും ഷവലാണ് എന്തെങ്കിലും ഉണ്ടാക്കുക. ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കട്ടെ ഗെയ്സ്. നമുക്ക് 2 വുഡ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. ഭാഗ്യം നിലത്ത് പോയില്ല ഗെയ്സ്. വേഗം ഒരു ഇതുണ്ടാക്കാം ഗെയ്സ് നമുക്ക്. അല്ല, നമ്മൾ 2 ഇതല്ലേ പൊടിച്ചിട്ടുള്ളൂ, അപ്പോൾ ഇങ്ങനെ 20 എണ്ണമൊക്കെ കിട്ടി. ഈ സർവറിൻ്റെ കാര്യമായിട്ട് എന്തൊക്കെയോ കുഴപ്പമുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കിതിൽ ഇങ്ങനെ കളിച്ചിരിക്കുക ഗെയ്സ്. എത്ര വീഡിയോസ് ഇടുന്നൊന്നും അറിയില്ല, അധികം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഈ സർവറിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്കിപ്പോൾ ഇതിങ്ങനെയൊക്കെ കളിച്ച് പോവുക ഗെയ്സ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആ പെട്ടിൻ്റെ ഉള്ളിക്കാണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എമറാൾഡ് പൊട്ടിക്കാം, പക്ഷെ അതിൻ്റെ മുന്നേ നമുക്ക് ഒരു ഇതുണ്ടാക്കാം ഗെയ്സ്. മറ്റേ പേര് പറഞ്ഞല്ലോ, പിക്കാക്സ് ഗോൾഡൻ പിക്കാക്സ്, അല്ല ഗോൾഡൻ അല്ല, മറ്റേ ഡയമണ്ട് പിക്കാക്സ്. ഓക്കെ, ഈ ഒരു ഡയമണ്ട് എടുക്കുക. നല്ല ലാഗ് ഉണ്ട് കേട്ടോ കളിക്കുമ്പോൾ.
ഇതെടുക്കുക. എന്നിട്ട് ഓക്കെ നമ്മളൊരു പിക്കാക്സ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് പെട്ടി തന്നെ വെക്കാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ് അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് മുറിക്കുക ഗൈസ്. എന്തൊക്കെയാണ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അഡ്വാൻസ് ഇതൊക്കെ പെട്ടിയിലൊക്കെ. ഇനി ബാക്കിയുള്ള കൂടി മുറിക്കുക ഗൈസ്. ഓക്കെ ഇനി അങ്ങനെ കുറേ നേരം ഇത് മുറിച്ച് കിട്ടട്ടെ. ഞാനിവിടെ നമുക്ക് പംകിനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ ഇതെന്തൊക്കെ ഒന്നും മനസ്സിലാവണില്ല ഗൈസ് സെർവറിനെ പറ്റിയിട്ട്. എന്തായാലും ഞാൻ IP ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതിനെ ഒരു പ്രാവശ്യം പറഞ്ഞാണ് ഞാൻ വെറുതെ പറയുക. ഓക്കെ ഇതൊക്കെ സൈഡിലേക്ക് പോണ് കേസ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണോ അങ്ങനെ സൈഡിലേക്ക് പോണ്. കോണം ഓക്കെ അതാ അയൺ ഇട്ടിട്ടോ കേസ്. നമുക്ക് ഫുള്ള് അയൺ ആർമർ കേസ്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ക്രീപ്പറൊക്കെ പെട്ടെന്ന് സ്പോണാവും. അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു സ്ഥലം ഒന്നും കൂടി വലുതാക്കട്ടെ ഗൈസ്. വെട്ടിൻ്റെ ഉള്ളിൽ എന്താ ഹാഷ് ഇവൻ്റ് എന്നൊക്കെ കൊടുക്കാനുണ്ട്. നമ്മൾ സൈഡിൽ കൂടെ ഒക്കെ മെല്ലെ മെല്ലെ വെച്ച് പോവുക ഗൈസ്. ഈ സ്ഥലമൊക്കെ നന്നായിട്ട് വലുതാക്കണം. വേറൊരു ഐഡിയ ഉണ്ട് ഗൈസ്. ഇത് സ്ലാവ് ആക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. 4 പേർ അങ്ങനെ വെച്ച് പോവുക ഗൈസ്. ഗൈസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കൈ ബ്ലോക്കിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതിട്ടോ. നമ്മൾ സ്കൈ ബ്ലോക്കൊക്കെ കളിക്കണമായിരിക്കും. ഓക്കെ നമ്മൾ ഉള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഷ് ഇവൻ്റ് ഇതൊന്ന് അടിച്ചു നോക്കട്ടെ കേട്ടോ. എന്താണാവോ ഹാഷ് ഇവൻ്റ്. അയ്യോ ഹാഷ് ഇവൻ്റ് ജോയിൻ അല്ലേ. ഹാഷ് ഇവൻ്റ് ജോയിന് നമ്മൾ അടിച്ചിട്ടുണ്ട്. അതിൽ കറൻറ്റ് സോറി എന്താ സോട്ട് എന്തൊക്കെയുണ്ട് ഭ്രാന്ത് ഒന്നും മനസ്സിലാവണില്ല. എന്തായാലും നമുക്ക് കുറേ ഇങ്ങനെ കളിച്ച് നോക്കാട്ടെ ഗൈസ്. എന്താ അതാ പോണിൻ്റെ വുഡൊക്കെ ഇങ്ങോട്ടാണ് അങ്ങനെ പോണ് ഗൈസ്. ഇതിലപ്പോൾ എങ്ങനെ നമ്മൾ ഡ്രാഗനൊക്കെ കൊല്ലുക? അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ ഡ്രാഗനെ കൊല്ലുക? അറിയണവർ കമൻറ്റ് ചെയ്യുക. സ്കെലിട്ടൻ 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 പോ. ഓ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടയിൽ വെച്ചിട്ട് അതൊക്കെ സ്പോണാവും പറഞ്ഞില്ല. അതാണ് പേടി. ഞാൻ കണ്ടില്ല ഗൈസ് അത്. ഗൈസ് ഇന്നത്തെ ചെസ്റ്റൊക്കെ അത്രയ്ക്ക് ചെറുത്. നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം ഇനിയും കുറേ വലുതാക്കണം. യെസ് ഞാൻ പെട്ടെന്ന് ആ സ്കെൽറ്റാണ്ട് വന്നിട്ട് കേട്ടോ. ജോയിൻ അവർ കമ്മ്യൂണിറ്റി ഹാഷ് ഡിസ്കോഡോ. ഓക്കെ നമുക്ക് ഇനി മരമൊക്കെ ഇങ്ങനെ മുറിക്കുക. ഈ ഒരു എന്താ സാൻഡൊക്കെ ഇങ്ങനെ മുറിക്കുക. സാൻഡല്ല മറ്റേ ഗ്രാസ്. യെസ് ഡ്രാഗൺ എനിക്ക് തോന്നണില്ലേ നമ്മളിങ്ങനെ കളിച്ചോണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റേ ഇഞ്ചി ബോട്ടലാണ് വരിക അത്രേ. അങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ ഇതിൽ ഡ്രാഗനെ കൊല്ലുക ആയിരിക്കുമോ അറിഞ്ഞ. അയ്യോ പ്ലാറ്റ്ഫോം ഇനിയും വലുതാക്കാം. അയ്യോ എന്തൊക്കെ ഗെയ്സ് ഇതെന്താ നോക്ക്. ഇതിൽ ഇതൊക്കെ ചെറുതായ പോലെ ഇത് ഇൻവെൻറ്ററി ഒക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ ചെറുതാക്കിയാൽ എന്താ ഗെയ്സ് എന്താണെന്നൊന്നും അറിയില്ല. കമൻറ്റ് ചെയ്യാറിയുന്നവർ.
ഓക്കെ. പിന്നെ എല്ലാവരും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയുകയാണ്. പറയണതിൻ്റെ മുന്നേ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. കോളൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബെഡൊക്കെ എങ്ങനെ ഉണ്ടാക്കുക? ഷീപ്പ് സ്പോൺ ആവുമോ? സ്കെലിട്ടൺ സ്പോൺ ആയ പോലെ അല്ലേ കൊള്ളെടുക്കുക. ഇതെന്താ കേസ് ഇതിങ്ങനെ ചെസ്റ്റൊക്കെ ഇങ്ങനെ ഈ ഒരു സുഖമില്ല കേസ് കളിക്കുമ്പോൾ. പിന്നെ ഞങ്ങൾക്കൊരു സർവർ പരിചയപ്പെടുത്തി തരാം കേസ്. സർവറിൻ്റെ പേരാണ് സ്പടികമല്ല, ഓറ MC. അപ്പോൾ നിങ്ങളാരെങ്കിലും ഓറ MC സർവർ കളിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനും അത് കളിക്കേണ്ട ഒരു അടിപൊളി സർവർ തന്നെയാണ് ഓറ MC പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കളിച്ച് നോക്കുക കേട്ടോ. ഞാനുണ്ടാവും ആ സർവറിൽ. എന്താ ഒരു അടിപൊളി അനാർക്കി സർവറാണ്. നമുക്ക് ഓരോരുത്തരുടെ ബേസിൽ നിന്ന് പൊട്ടിക്കുക, അങ്ങനെ ടീമാക്കുക, പൊട്ടിക്കുക, എന്തായാലും ഒരു അടിപൊളി സർവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കളിച്ച് നോക്കുക. പിന്നെ ഞാൻ പറയണതിൽ എന്തെങ്കിലും പൊട്ടത്തരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ മൈൻക്രാഫ്റ്റ് അധികം കളിക്കാറൊന്നുമില്ല. ചാനൽ എടുത്ത് നോക്കിയാൽ കൂടുതലും കൂടുതലല്ല മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് ഈ ഗെയിം നല്ല ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അങ്ങനെ കളിക്കാറുമില്ല. എന്തായാലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിമിൻ്റെ വീഡിയോസ് ആണെങ്കിൽ വേഗം കമൻറ്റ് ഇട്ടാൽ മതി, നമ്മളത് കളിക്കണമായിരിക്കും. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നത് മടുത്തെങ്കിൽ വേറെ ഏതെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് നിർത്തിയിട്ടൊന്നുമില്ല. നമ്മൾ പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങിയായിരുന്നു. മറ്റേ നമ്മളൊരു ജംഗിൾ ബയോങ്ങിലൊക്കെ. ആ വീഡിയോ എല്ലാവരും ചെന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കിനി നമ്മുടെ ഈ ഒരു ഇതൊന്നും കൂടി വലുതാക്കുക ഗൈസ്. നമ്മളിങ്ങനെ ക്രൗച്ച് ചെയ്തിരുന്നിട്ട് വേണത് വലുതാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ നേരെ താഴത്തോട്ട് പോകും. താഴത്തോട്ട് പോയി മേലോട്ട് ഇങ്ങനെ പോകും. അയ്യോ, ബ്ലോക്കുകളൊക്കെ തോന്നി ഗൈസ്. ഇന്നിപ്പോൾ അതിൽ ബ്ലോക്കൊന്നുമില്ല ഗൈസ്. നൈറ്റ് ആവുന്നുണ്ട്. നൈറ്റ് ആയാൽ പിന്നെ എന്തെങ്കിലും സ്പോൺ ആവുമോന്നാവും. നമുക്ക് നമ്മുടെ ഈ ഒരു കോൾ എടുത്തിട്ട് ഒരു ചെസ്റ്റ് എന്ന് പറയുന്നത് മറ്റേ ഇത് റെഡിയാക്കുക ഗൈസ്. ടോർച്ച് എടുത്തിട്ട് വട്ടത്തിന് വേണ്ടിയിട്ട് വെക്കാം. ഓക്കെ, ടോർച്ച് ഇവിടെ പറഞ്ഞെടുക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. 4 വർത്തം വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിങ്ങനെ മൈനി കേട്ടോ. വുഡൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇത് മാത്രമേ കിട്ടുള്ളൂ അതോ വേറൊന്നും കിട്ടൂലേ? ഇത് മെല്ലെടുക്കുക. 2 വുഡ് അവിടെ ഉണ്ടാകും, മെല്ലെടുക്കുക. ഓക്കെ ഗൈസ്, ഒരു പിഗ് സ്പോൺ ആയിട്ടുണ്ട്. മെല്ലെ അതിനോട് തട്ട പോലെ നിലത്ത് പോലെ. ഓക്കെ, ഒന്നും കൂടി ഒരടിയും കൂടി അടിച്ചാൽ സെറ്റ് ആവുന്നുണ്ട്. നിലത്ത് പോലെ ഇങ്ങോട്ട് വാ. മെല്ലെ ഒന്നുകൂടി പോലെ. ഓക്കെ ഗൈസ്, സെറ്റ് ആയിട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഇതിങ്ങനെ കുറേ നേരം പൊട്ടിക്കണം. ഗൈസ്, ഒരു സുഖമില്ല ഗൈസ് ഇതിങ്ങനെ കളിക്കുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സർവറെ കുറേ തുടക്കത്തിൽ തന്നെ നമുക്ക് കുറേ ഐറ്റംസൊക്കെ കിട്ടി. എന്തിനാണ് അത് തന്നിട്ട്. എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സർവറിനെ പറ്റി ഗൂഗിളിലൊക്കെ നോക്കട്ടെ. എന്നിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരും. ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഒക്കെ സെറ്റാക്കും. പക്ഷേ തീരെ പറ്റാത്തത് ഇതിങ്ങനെ വെഴുകിയ ഒരു ബ്ലോക്ക് കണ്ട് വരുമ്പോൾ വെഴുകിയിട്ട് സൈഡിൽ പോകും. കണ്ടില്ല, ഇതൊക്കെ അങ്ങനെ പോണതാണ്. അയ്യോ, നമുക്കിതൊന്നും കൂടി വലുതാക്കട്ടെ ഗൈസ്. നമുക്കിതിലൊരു ബേസൊക്കെ വെക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു കൂടുതലും നമ്മളിതിങ്ങനെ ഇപ്പോൾ ഒരു രസമില്ലാതെയാണ് വെച്ചേക്കണേ. കാരണം 4 പുറത്തും ഇങ്ങനെ കുറേ ഡെർട്ടും കുറേ കോബിൾ സ്റ്റോണും കുറേ വുഡും കുറേ അങ്ങനെയൊക്കെ വെച്ചേക്കണേ. ഇതൊക്കെ മാറ്റിയിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് ഇതാക്കണം ഗൈസ്. എന്തായാലും നമ്മളിപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കളിക്കുക ഗേസ്. നമ്മൾ ഇപ്പം തന്നെ ഒരു ഐഡിയ കിട്ടി ഗേസ്.
ഇതിപ്പോൾ ഈ ഒരു സ്ഥലമല്ലേ, ഈ ഒരു ഏരിയ എത്ര മതി. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കിടക്കുക. എന്നിട്ടില്ലേ നമ്മുടെ ബേസ് ആണെന്നേരം വെക്കുക. ഇവിടുന്ന് നമ്മൾ കുറച്ചിങ്ങനെ അങ്ങോട്ടൊരു ഇതാണ് വെക്കും. അങ്ങോട്ടൊരു മറ്റേ ഒരു എന്താ ഇപ്പോൾ പറയുക, ഒരു 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 ഒരിപ്പോൾ ഒരു പാലം പോലെ പാലം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്താണ്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മളൊരു ബേസാണ്ട് വെക്കും കേട്ടോ. ഈ ഒരു ഭാഗം നമുക്ക് മൈനിങ്ങിന് മാത്രമാണ് അങ്ങോട്ട് ആക്കുക. ഇതിങ്ങനെ മുറിക്കാൻ മാത്രം. ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ. ഓക്കെ, നമ്മുടെ ബേസൊക്കെ അപ്പുറത്തായിരിക്കും കേട്ടോ ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. എന്താവുമെന്ന് പഠിച്ചോനിക്കറിയാം. നമുക്കതിങ്ങനെ കുറേ നേരം മുറിക്കാം കേട്ടോ. അയ്യോ, യെസ്, നമുക്കൊരു ഷവല് വേറെ റെഡിയാക്കണം. നമ്മുടെ ഷവലൊക്കെ അതാ പൊട്ടാനിരിക്കണം. നമുക്കൊരു ഗോൾഡ് കിട്ടിയിട്ടോ ഗേസ്. ഓക്കെ, അയ്യോ ഗോൾഡ് ഇതാ പോകണം. ഗോൾഡ് കിട്ടി, അപ്പുറത്ത് ഇതുണ്ട്. ഓക്കെ, ഇതൊക്കെ എടുത്ത് ചെസ്റ്റിൽ വെക്കണം. ഓക്കെ, കുറേ ചവറുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ചെസ്റ്റിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഒരു എന്തപ്പോൾ ഞാൻ പറയുന്നത്, മറ്റേ നമ്മുടെ ഓറാംസില്ലേ, അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അനാർക്കി സെർവറാണ്, ഒരു അടിപൊളി സെർവർ തന്നെയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സെർവറാണ്. അതിലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. പിന്നെ അതിലൊരു പ്രശ്നമുണ്ട് ഗേസ്, എൻ്റെ ബേസൊക്കെ ഏതോ ഒരു ചെങ്ങായി ഒന്ന് തല്ലി പൊട്ടിച്ചു. അയ്യോ, എന്താ ഫാൻറ്റം ഗേസ്. ഫാൻറ്റൊക്കെ നല്ല പണിയാണ് വന്നാൽ. അങ്ങനെ അവർ മറ്റേ തുപ്പിയിടും നമ്മളെ ഗേസ്. അതിനെങ്ങനെയെങ്കിലും കൊല്ലണം ഗേസ്. ഈ ഫാൻറ്റൊക്കെ നല്ല പണിയാണ് ഈ നെയ്ത്തിലൊക്കെ വന്നാൽ. അതൊക്കെ കണ്ടില്ല, ഇതാണ് അവരിങ്ങനെ മേത്ത് കൂടെ വന്ന് അങ്ങനെ ഇതാക്കും ഭ്രാന്ത്. ഇതിപ്പോൾ ഒടുക്കത്തെ ലാഗുണ്ട്. ഫാൻ്റൊക്കെ ഇടയ്ക്ക് നിന്നിട്ടാണ് പോണ്. കണ്ടില്ലേ ഫാൻ്റൊക്കെ പോണോക്ക്. വായ എങ്ങിട്ട് വാ, താഴത്തേക്ക് വാ ഗേസ്. അതിനെ തട്ടണം ഗേസ്. നമ്മളെ ഫാൻ്റൊക്കെ നമ്മളെ പേടിച്ച് വെക്കണ്. 4 corners ഹാഷ് ഇവൻറ്റ് ജോയിൻ. എന്താ സംഭവം ഹാഷ് ഇവൻറ്റ്? അയ്യോ പഠിക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ കുറേ നേരം. അയ്യോ, എമറാൾഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെഡ് സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടുന്നുണ്ട്. അത് വേഗം മുറിച്ചിട്ട് ഇതാക്കാം. ഓക്കെ ഗേസ്, ഇത് മാത്രമേ ഇട്ടുള്ളൂ. എത്ര നേരമായിട്ട് ഇനി ഇതൊക്കെ നമുക്ക് വാരി എടുക്കാം ഗേസ്. ഇതൊക്കെ നമ്മുടെ ഐറ്റംസാണ്. ഇത് കുറേ നേരം ഗേസ് ഇതന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണു ഗേസ്. പുതിയ ഐറ്റംസ് ഒന്നും ഇവർ തരുന്നില്ല ഗേസ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഗേസ്, നമ്മുടെ ഷവല് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു ഷവൽ ഉണ്ടാക്കാം. ഷവല് അല്ലെങ്കിൽ വേണ്ട, ഈ ഷവല് ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കണ്ട. തൽക്കാലം ഇപ്പോൾ അതും കൊണ്ട് തന്നെയാണ് മൈൻഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് അത്യാവശ്യം നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 1 ബ്ലോക്ക് സീരീസ് പാർട്ട് 1. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു സെർവർ പറ്റി കൂടുതൽ എല്ലാവരും ഒന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഗേസ്, ഞാൻ നമ്മുടെ വീഡിയോസിലത്തെ കമൻറ്റൊക്കെ ഓഫാക്കിയിട്ടൊക്കെയാണ്. കാരണം ഞാൻ മറ്റേ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് കൊടുക്കണത്. അതുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ കമൻറ്റ് പറ്റുകയാണെങ്കിൽ ഓണാക്കിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വേഗം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.